ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനെതിരെ മൂന്നാറിൽ പ്രതിഷേധം കനക്കുന്നു. AESFന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം AESF മുമ്പോട്ട് വയ്ക്കുന്നു. തമിഴ് ജനത കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിലൊന്നാണ് മൂന്നാറിലെ തോട്ടം മേഖല. വിവിധ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെയായി ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്നാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നുയരുന്ന പരാതി. പ്രശ്നത്തിൽ മൂന്നാർ മേഖലയിൽ പ്രതിഷേധം കനക്കുകയാണ്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ AISF ദേവികുളം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം AISF മുമ്പോട്ട് വയ്ക്കുന്നു. அப்புறம் பலமுறை நம்ம இப்போ ரெவன்யூ மந்திரிட்டையும் பேசியிருக்கு. அதுபோல் பந்தப்பட்ட ஜில்லா கலெக்டர், சப் கலெக்டர், அதுபோல் தாசில்தார், வில்லேஜ் ஆஃபீஸர்கிட்டையும் நம்ம என்ன டெய்லி நம்ம பார்ட்டி இடப்பட்டு இந்த வித்யாபியாசக்குள்ள சர்டிஃபிகேட்னால என்ன செய்யணும், அதுக்கு ஒரு முன்கடனை கொடுக்கணும்னு சொல்லி நம்ம பலமுறை பேசிட்டும் இது வரைக்கும் அது ஒரு தீர்மானம் ஆகலை. இப்போ ஏதேசம் ஜூன் 3 எல்லா இடத்துலையும் ஸ்கூல் திறப்பதற்கு ஒரு வாய்ப்பு இருக்கிறது. அப்போ அந்த டைமில் அந்த ஜாதி செட்டு வருமான செட்டு இல்லாமல் நம்ம எந்த வித்யாபியாசத்துக்கும் என்ன செய்ய முடியாது. പ്രതിഷേധ സമരത്തിൽ CPI ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ്, AISF ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ, മണ്ഡലം സെക്രട്ടറി ലിൻസൺ, AIYF മണ്ഡലം പ്രസിഡന്റ് താമരാക്ഷൻ എന്നിവർ പങ്കെടുത്തു. സ്കൂളുകളും കോളേജുകളുമൊക്കെ തുറക്കുകയും പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണിത്. തമിഴ്നാട്ടിലും മറ്റുമായാണ് വിദ്യാർത്ഥികൾ പലരും തുടർ പഠനം നടത്തുന്നത്. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നുണ്ട്. തുടർ പഠനത്തിന് പോകേണ്ടുന്ന കുട്ടികൾക്കാണിത് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് AISF പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.